നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ രണ്ടാം റൗണ്ട്, അതായത് റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കാൻ നാളെ ലയണൽ മെസ്സിയും സംഘവും ഇറങ്ങുകയാണ്. നാളത്തെ മത്സരം യൂറോപ്യൻ ടീമായ ഓസ്ട്രിയക്കെതിരെയാണ്. മികച്ചൊരു 11 കൊണ്ട് അർജൻറ്റീന ഇറങ്ങും. എന്തൊക്കെ മാറ്റങ്ങൾ അർജൻറ്റീന ടീമിൽ ഉണ്ടാകും, ഈ കാര്യങ്ങൾ ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്. ഏറ്റവും ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള മാറ്റം, കൺഫേംഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ബാക്ക് പൊസിഷനിലേതാണ്. ഗോൺസാലോ മുണ്ടീലിന് ഹാംസ്ട്രിങ് സ്ട്രെയിൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ലെഗിന്. അപ്പം അതുകൊണ്ട് അദ്ദേഹം റെസ്റ്റഡ് ആയിരിക്കും. അദ്ദേഹം ഈ മത്സരം കളിക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നാഹുൽ മോളിന സ്റ്റാർട്ട് ചെയ്യും. ഇത് കൺഫേംഡ് ആയിട്ടുള്ള മാറ്റമാണ്. മറ്റ് മാറ്റങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് ഹുലിയൻ ആൽവാരസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആംഗിൾ ഇഞ്ചുറി മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കളിയിൽ അദ്ദേഹം ലൗട്രോക്ക് പകരം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റത്തിന് സാധ്യത തിയാഗോ അൽമൈഡയ്ക്ക് പകരം നിക്കോളാസ് ഗോൺസാലസ് കളിക്കും എന്നുള്ളതാണ്. ഈ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ലെഫ്റ്റ് ബാക്കിൽ ഫെക്കുണ്ടോ മെദീന തന്നെ തുടരും. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പരിക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ടെങ്കിലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കാനാണ് സാധ്യത എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് കൺഫേം ചെയ്തു പറയുന്നു. ഏതായാലും നമ്മൾ അർജന്റീനയുടെ പ്രോബബിൾ ലൈനപ്പിലേക്കൊന്ന് പോവുകയാണ്. ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മോളിന, ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഫെക്കുണ്ടോ മെദീന. ഇതാണ് പ്രതീക്ഷിക്കുന്ന സ്റ്റാർട്ടിംഗ് ഡിഫൻസ്. ദെൻ റോദ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും മധ്യനിരയിലുണ്ടാകും. ഒപ്പം തിയാഗോ അൽമൈഡ അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് സൂചനകളൊക്കെയും. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സിയും ഹുലിയൻ ആൽവാരസും. ലൗട്രോ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നിപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇന്നത്തെ ലയണൽ സ്കലോനിയുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാലാണ് വരികയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് റാഫ് ടോക്സ് ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.